നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വിവാഹം കഴിയുന്നവരെ നീ എനിക്ക് സ്വസ്ഥത തരരുത് കേട്ടോ. എന്റെ വിധിയ. ചേച്ചി ഋതികമ്മടുത്ത് ഒരുക്ക. എവിടെ പോനാ? വള ഇവിടെ തന്നെ കാണുന്നേ. നമ്മുടെ സമയം അത്ര മോശമൊന്നും അല്ല ദീപകേ. അല്ലെങ്കിൽ അവളത് വെച്ച് മറക്കുമായിരുന്നു. ആര്? ഋതിക. അവളെന്ത് ചെയ്തു? സ്ത്രീകളെ വിവാഹം കഴിയുന്നതുവരെ കയ്യിൽ നിന്നും ഊരരുതെന്ന് പറഞ്ഞ കുടുംബത്തിന്റെ അടയാളമായ അവരുടെ സ്വർണവള അവൾ ഊരി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവള് കുളിക്കാനേ ബാത്റൂമിൽ കയറി. എന്റെ പൊന്നു മോൻ പോയി അതിങ്ങ് എടുത്തോണ്ട് വാ. ആ ചെല്. ഞാനേ നീ അവളുടെ കണ്ണിപ്പെടുമെന്നൊന്ന് പേടിച്ചു. ഈ വള ഇനി ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. നീയേ ഇത് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കേ. അല്ലെങ്കിൽ നിനക്ക് വിശ്വാസമുള്ള ആരെങ്കിലും ഏൽപ്പിക്കേ. ചെല്ല. യാമിനി, ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയില്ലേ? ആ തുടങ്ങിയല്ലോ ചേച്ചി. ആ നീയേ ഋതുമോളുടെ മുറിയിലേക്ക് ചെല്ല്. എങ്ങനെയാ റെഡിയാവേണ്ടതെന്നൊന്നും അവൾക്കറിയാൻ വഴിയില്ല. ആ പോയി അവളെ ഒരുക്ക്. ശരി ചേച്ചി. ആ വേഗം ചെല്ല്. ഋതു നമുക്ക് റെഡിയാവണ്ടേ? അയ്യോ, ഋതുമോളുടെ കയ്യില് ശ്രീകലിച്ചിട്ട് വള എവിടെ പോയി? ഞാനത് ഇവിടെ എവിടെയോ വെച്ചിരുന്നല്ലോ. എവിടെ? ഞാൻ വാഷ്റൂമിൽ പോയപ്പോ ടേബിളിൽ വെച്ചതായിട്ടാ എന്റെ ഓർമ്മ. വിവാഹം കഴിയുന്നവരെ ആ വള കയ്യിന്ന് ഊരരുതെന്ന് അവര് പ്രത്യേകം പറഞ്ഞതല്ലേ മോളെ? ഈ ചടങ്ങിന് സമ്മതമില്ലാത്ത എന്റെ മനസ്സ് പോലും ആ ചടങ്ങിന് എന്റെ ഒപ്പം ഉണ്ടാവില്ല. പിന്നെ ഒരു വളയിൽ എന്തിരിക്കുന്നു ചെറിയമ്മ? അയ്യോ, ആ വള അവർക്ക് ഒരുപാട് സെന്റിമെന്റ്സ് ഉള്ളതല്ലേ മോളെ? തലമുറകളായിട്ട് അവര് കൈമാറി വന്നിരുന്ന വളയാ. മോളുടെ കയ്യിൽ നിന്ന് അത് പോയിന്ന് അറിഞ്ഞ പിന്നെ അത് മതി ഒരു വലിയ പ്രശ്നത്തിന്. മോളെന്തോന്നും മിണ്ടാത്തേ? എന്താ പറഞ്ഞേ? വള കാണാനില്ലെന്ന്? അത് പിന്നെ പ്രഥവേട്ട വള ഊരി വെച്ചത് എവിടെയെന്ന് മറന്നുപോയി. ഞാൻ നോക്കാം. ഇവളോട് ആരാ വള കൈ നൂരാൻ പറഞ്ഞേ? എന്തെങ്കിലും ഒരു കാര്യം നീ ഇതുവരെ ഉത്തരവാദിത്തത്തോടെ ചെയ്തിട്ടുണ്ടോ? ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടങ്ങണമെന്നല്ലേ ഇവളുടെ ചിന്ത മുഴുവൻ. അതല്ലേ ഇവള് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അശ്വിനോട് പറഞ്ഞത്. ആ ചെക്കന് വിദ്യാഭ്യാസവും സംസ്കാരം ഉള്ളതുകൊണ്ട് അവനത് കാര്യമാക്കില്ല. ഇനിയിപ്പോ ശ്രീകലയും പരമേശ്വരനും അശ്വിനെയും കൂട്ടി ഇവിടേക്ക് വരുമ്പോ അവരോട് ഞാൻ എന്ത് സമാധാനം പറയുക? ഇവള് വിവാഹത്തിന് ഇഷ്ടമില്ലാതെ വള കളഞ്ഞതാണെന്നല്ലേ അവർക്ക് തോന്നൂ. അച്ഛാ, ഞാൻ ഫ്രഷ് ആവാൻ പോയപ്പോ വള ടേബിളിൽ വെച്ചതാ. സ്റ്റോപ്പ് ഇറ്റ്. ആരുടെ പേരിൽ മോഷണ കുറ്റം കെട്ടിവെക്കാനാ നീ ഇപ്പൊ ഇങ്ങനെ നുണ പറയുന്നേ? അല്ലച്ചാ, ഞാൻ പറയുന്നത് സത്യം. എന്നെ വിശ്വസിക്കണം. യാമിനി, ഇവളുടെ മുറിയിലേക്ക് ഇവളുടെ അനുവാദമില്ലാതെ ആര് വരാനാ? ഇതുവരെ ഈ വീട്ടിൽ നിന്ന് ഒരു വസ്തു മോഷണം പോയിട്ടില്ല. ഓരോരോ പുതിയ കഥകളോട്ട് ഇറങ്ങിയിരിക്കുക മനുഷ്യനെ അവരുടെ ഭ്രാന്ത് പിടിപ്പിക്കാൻ. വള പോയിന്ന് ഋതുമോള് പറയുന്നത് സത്യേട്ടാ. ശരി, അവരിപ്പോ വരും. അവരോട് നിങ്ങൾ നടന്നത് എന്താണെന്ന് വെച്ചാൽ പറയും. തലമുറകളായുള്ള അവരുടെ ആചാരത്തിനും വിശ്വാസത്തിനും നമ്മൾ നൽകിയ മതിപ്പ് കണ്ട് തൃപ്തിയായി വിവാഹം വേണ്ടാന്ന് വെച്ച് വന്ന വഴി തന്നെ അവർ തിരികെ പൊയ്ക്കുള്ളൂ. അപ്പോ ഇവൾക്ക് സമാധാനവും.
അവരെ ഞാൻ ഫേസ് ചെയ്യില്ല. എനിക്കതിന്റെ കാര്യമില്ല. വർമ്മ സാറേ, എന്താണെന്ന് വെച്ചാ പറയൂ രാജു. നഷ്ടപ്പെട്ട വള ഇവിടെ എവിടെയെങ്കിലും കാണും വർമ്മ സാറേ. ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അശ്വിൻ സാറും കൂട്ടരും വരുന്നതിന് മുൻപ് വള ഋതിക മാഡത്തിന്റെ കയ്യിൽ കാണും. അത് എന്റെ ഉറപ്പാ. എങ്ങനെ നീ അവളെ കണ്ടുപിടിക്കും രാജു? അതൊക്കെ എനിക്ക് വിട്ടേക്ക് വർമ്മ സാറേ. ഞാൻ ഏറ്റ കാര്യമല്ലേ. സാർ റൂമിലേക്ക് ചെല്ല്. ഈ വിവാഹം കഴിയുന്നവരെ നീ എനിക്ക് സ്വസ്ഥത തരരുത് കേട്ടോ. എന്റെ വിധിയാ. ചേച്ചി, ചേച്ചി ഋതിക മാഡത്തെ ഒരുക്കുക. എവിടെ പോവാനാ? വള ഇവിടെ തന്നെ കാണുന്നേ. ഞാൻ ആ ബാത്റൂമിൽ നിന്ന് നോക്കിയിട്ട് വരാം. ഋതിക മാഡം, മാഡം ധൈര്യമായിട്ടിരിക്കുക. മാഡത്തിന്റെ ഇഡിയറ്റ് കല്യാണരാമൻ മിസ്റ്റർ രാജുവിനെ വിശ്വസിച്ച് ടെൻഷനൊക്കെ മാറ്റി സമാധാനപ്പെട്. ചെക്കനും കൂട്ടരും വരുമ്പോഴേ മുഖത്ത് നല്ല ഗ്ലോ ഒക്കെ വേണ്ടതാ. രാജു, വള എന്തായാലും ഈ മുറിയിലില്ല. രാജു മറ്റുള്ള മുറിയിലൊക്കെ തെരഞ്ഞു നോക്ക്. ആ ശരി ചേച്ചി. മോളെ വിഷമിക്കാതിരിക്കെ, വള എന്തായാലും കിട്ടും. ഇതെന്താ അത്ഭുതം? എന്താ രമ്യ? ദേ നിന്റെ ചേട്ടന്റെ കോള് വന്നിരിക്കുന്നു. ഏട്ടൻ നിന്നെ കോൾ ചെയ്യാറില്ലല്ലോ. അതെ. ഹലോ രാജു. ആ രമ്യ, നീ ഇത് എവിടെയാ? ഓ, നമ്മളിവിടൊക്കെ തന്നെ ഉണ്ട്. രാജുവിന് അതൊന്നും കാണാനുള്ള സമയമില്ലല്ലോ. രമ്യ, തമാശ കളിക്കാനുള്ള സമയമില്ല. ഇവിടെ ഒരു ചെറിയ പ്രശ്നം. എനിക്ക് നിന്റെ ഒരു സഹായം വേണം. എന്താ പ്രശ്നം? എന്തു പറ്റി? ശരിക്കും നമ്മുടെ സഹായം ഇപ്പൊ വേണ്ടത് ഋതിക മാഡത്തിനാ. ആ, ഋതിക മാഡോ കുഴപ്പത്തിലായിരിക്കുന്ന രമ്യ. കേട്ടില്ലേ നിന്റെ ചേട്ടൻ പറഞ്ഞത്? എന്നോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചൊന്നുമല്ല, ഋതികയെ സഹായിക്കാനാ. ആ ശരി രാജു, കാര്യം പറയ്. ഋതിക മാഡത്തിന് മാഡത്തിന്റെ വുഡ് ബി അശ്വിൻ സാറിന്റെ അമ്മ കയ്യിലിട്ട് കൊടുത്ത ഒരു വളയുണ്ട്. ആ വള കാണാനില്ല. കാണാനില്ലെന്നോ? വള എന്താ കയ്യിന്ന് അപ്രത്യക്ഷാവോ? എനിക്ക് തോന്നുന്നതേ ഇത് അവന്റെ പണിയാണെന്നാ. ആ ദീപകിന്റെ. രാജു അവനെ പിടിച്ച് മാറ്റി നിർത്തി നല്ല അടി അങ്ങ് വെച്ചു കൊടുക്കും. നല്ല അടിയുടെ വേദന അറിയുമ്പോഴേ അവൻ തത്ത പറയുന്ന പോലെ സത്യം പറഞ്ഞോളൂ. ഏയ്, അങ്ങനെയൊക്കെ ചെയ്താ വർമ്മ സാറിന് ദേഷ്യാവും. രമ്യ ഒരു കാര്യം ചെയ്യും. രമ്യയുടെ അമ്മ വീടിനടുത്ത് താമസിക്കുന്ന കാളിദാസൻ പോറ്റിയില്ലേ, എത്രയും പെട്ടെന്ന് ആളെ കൂട്ടി വിടേക്കോ. ആ, ശ്രീയു എന്റെ കൂടെയുണ്ട്. ഞങ്ങള് പോറ്റിയും കൂട്ടി എത്രയും വേഗം അവിടെ എത്താം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.